അവരുടെ വികസനത്തിന്റെ ഗീർവാണങ്ങൾ കേട്ടാൽ പ്രിയപ്പെട്ട കേരളത്തിൽ CPM-ന്റെ മുഖ്യമന്ത്രി കേരളം ഭരിക്കുകയും CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് 2016-ാം ആണ്ടിൽ ശ്രീ ഉമ്മൻചാണ്ടി സാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം വിട്ടൊഴിക്കുന്ന സമയത്തുണ്ടായിരുന്ന അവശ്യ സാധനങ്ങളുടെ വില പല മടങ്ങായി വർദ്ധിച്ച് ഇന്നൊരു സാധാരണക്കാരന് ലോട്ടറി അടിച്ചാൽ പോലും അവശ്യ സാധനങ്ങൾ വാങ്ങുവാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് ഈ നാട്ടിൽ വിലക്കയറ്റമുണ്ട്. എല്ലാ മേഖലയും തച്ചു തകർന്നൊരു സർക്കാർ. എന്നാൽ ഈ സർക്കാരിന്റെ നേട്ടമായി പറയാൻ കഴിയുന്നത്, ഈ സർക്കാരിന്റെ നേട്ടമായി നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയുന്നത്, ഈ സർക്കാരിന്റെ കാലത്താണ് അയ്യപ്പനെ പോലും കൊള്ളയടിച്ച കൊള്ളക്കാരുണ്ടാകുന്നത്. ഈ കാലഘട്ടത്തിലാണ്. ഞാൻ ശബരിമല പോകുന്ന ആളാണ്. ഇവിടെ ഇരിക്കുന്നതിൽ ശബരിമല പോകുന്ന ആളുകളുണ്ടാകും. നമ്മൾ മല കയറി 18ാം പടി കയറി ശബരിമല സന്നിധാനത്ത് പോയി ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കുമ്പോ അയ്യപ്പ ഭക്തരായ വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും കാണുന്നത് അയ്യപ്പനെയാണ് എങ്കിൽ ഈ CPM-ന്റെ ആളുകൾ ശബരിമല കയറുമ്പോൾ കാണുന്നത് ശ്രീകോവിലിനകത്തുള്ള പൊന്ന് മാത്രമാണ് എന്നുള്ള വ്യത്യാസമാണ് നമ്മളും അവരും തമ്മിലുള്ളത്. അയ്യപ്പന്റെ ദ്വാരപാലകർക്ക് പോലും രക്ഷയില്ലാത്തൊരു സർക്കാരായി ശ്രീ വിജയന്റെ സർക്കാർ മാറുകയാണ്. ദ്വാരപാലക സങ്കല്പം നിങ്ങൾക്കറിയാലോ. ദ്വാരപാലകൻ എന്ന് പറയുന്നത് ശ്രീകോവിലുള്ള അയ്യപ്പ സ്വാമിയുടെ കാവൽക്കാരാണ്. കാവൽക്കാരന്റെ സ്വർണം മോഷ്ടിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് എന്തോ ജാതി കള്ളന്മാരായിരിക്കണം. ശ്രീ അയ്യപ്പന്റെ പൊന്നുകെട്ട ഈ നാട്ടിലെ അമ്പലം വിഴുങ്ങികളായ ശ്രീ വിജയന്റെ സർക്കാരിന് ഈ നാട്ടിലെ ഒരു മതവിശ്വാസികളും മാപ്പ് നൽകുവാൻ പോകുന്നില്ല എന്ന് 2025 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ബോധ്യമാണ്. ഇവർ വിചാരിക്കുന്നത് അയ്യപ്പന്റെ പൊന്ന് കെട്ടാൽ അയ്യപ്പ ഭക്തർ മാത്രമാണ് ഇവരോട് തെറ്റാൻ പോകുന്നതെന്നാണ്. തെറ്റാണ്. അയ്യപ്പന്റെ പൊന്ന് കെട്ടവനെ ഈ നാട്ടിലെ ഇസ്ലാം മതവിശ്വാസികളോ ഈ നാട്ടിലെ ക്രൈസ്തവ മതവിശ്വാസികളോ എന്ന് വേണ്ട ഈ നാട്ടിൽ മതമില്ലാത്ത മനുഷ്യന്മാർ പോലും ആ തെറ്റിന് മാപ്പ് കൊടുക്കാൻ പോകുന്നില്ല എന്ന് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ ശ്രീ വിജയന്റെ പാർട്ടിക്ക് നന്നായിട്ട് ബോധ്യമാകും. അങ്ങനെ സാർവത്രികമായി കുഴപ്പം കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകും.